Hi, hello guys, welcome back to Earn Marks. ഞാൻ ഷിഫാന. Earn Marks, your perfect learning partner. എല്ലാവർക്കും അറിയാലേ NIOS 2026 ബാച്ചിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ സർട്ടിഫിക്കറ്റ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക, എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. NIOS 2026 ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് ആണ് വന്നത്. അപ്പോൾ ഏപ്രിൽ ബാച്ചിലെ സ്റ്റുഡൻസ് ഇപ്പോൾ പാസ്സായ സ്റ്റുഡൻസിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഫെയിൽ ആയ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ 5 സബ്ജക്റ്റ് നേരെ PPP, അതായത് 5 P ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവറോൾ പാസ്സാണ്, താഴെ പാസ് ഒന്നും വേണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ നേരെ SYCP അല്ലെങ്കിൽ SYCT എന്നുണ്ടെങ്കിൽ CPE ആണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ഫെയിൽ ആണെന്നതും T ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയറി എക്സാമിന് ഫെയിൽ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും നെക്സ്റ്റ് സ്ട്രീമിൽ. അപ്പോൾ പാസ്സായ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിജി ലോക്കറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഏൺ മാർക്സിൽ ഇപ്പോൾ നമ്മൾ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCom, BBA, BCA, BA എല്ലാ കോഴ്സിലേക്കും നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ സീറ്റ് ബുക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നുള്ളതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണം, പക്ഷേ നിങ്ങൾക്ക് അതിനു മുന്നേ ജസ്റ്റ് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ആപ്പ് ഉണ്ട്, ഡിജി ലോക്കർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗിൻ ID ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ആധാർ ID അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ വെച്ച് OTP വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡിജിറ്റലായിട്ട് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഡിജി ലോക്കർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Earn Marks, your perfect learning partner.